ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മസ്തിഷ്കത്തെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. ഏത്? മസ്തിഷ്കം. വളർച്ച, അതായത് മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എന്ന് പറയുന്നത് 8 വയസ്സാണ്. മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എത്രയാണ്? 8 വയസ്സ് വരെയാണ്. അതുപോലെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് ഏത്? കപാലം. അതുപോലെ കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ക്രാനിയോളജി. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഏതിനൊക്കെയാണ് കാണുന്നത്? തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൽ കാണപ്പെടുന്ന ദ്രവമാണ്, അല്ലെങ്കിൽ മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് ഏത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഇനി എന്താണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന്റെ ധർമ്മം എന്ന് നോക്കാം. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ ഓക്സിജനും നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഏത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം. എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ ഓക്സിജൻ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മസ്തിഷ്കം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ്. മസ്തിഷ്കം മസ്തിഷ്കത്തിന്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം എന്ന് പറയുന്നത് 8 വയസ്സാണ്. അതുപോലെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകമാണ് കപാലം എന്നറിയപ്പെടുന്നത്. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ക്രാനിയോളജി. കപാലത്തെ കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എന്ത്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. മെനിഞ്ചസിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഇനി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ ഓക്സിജൻ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും അതുപോലെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയുമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. ഇവയൊക്കെയാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇവ ഓരോന്നും എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ ചിത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചു. ഓരോ ഭാഗങ്ങളും എവിടെയാണെന്നൊക്കെ കണ്ടില്ലേ ചിത്രത്തില്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഭാഗത്തെയും കുറിച്ച് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് സെറിബ്രമാണ്. അപ്പൊ നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് ഏത്? മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബ്രം. ഏതൊക്കെയാണ്? ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ അതുപോലെ വിവേചനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സെറിബ്രം. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗവുമാണ് സെറിബ്രം. എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബ്രം. അതുപോലെ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്.
സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം എന്താണ്? കോർട്ടെക്സ് ആണ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗമാണ് മെഡുല്ല. സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടെക്സ് ആണ്. സെറിബ്രത്തിന്റെ ആന്തരഭാഗം ഏതാണ്? മെഡുല്ലയാണ്. സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് ഏത്? കോർപ്പസ് കലോസം. ഇനി സെറിബ്രത്തിന്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗത്തെയാണ്, ഓപ്പോസിറ്റ് ആണ്. സെറിബ്രത്തിന്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതു ഭാഗത്തെയാണ്. എന്നാൽ സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടത് ഭാഗത്തെയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗത്തെയാണ്. സെറിബ്രത്തിന്റെ വലത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെയുമാണ്. ഇനി നോക്കാം. തലക്ക് ക്ഷതമേറ്റ ഒരാൾക്ക് സംസാരശേഷി തകരാറിലാവാനുള്ള കാരണം എന്ന് പറയുന്നത് സെറിബ്രത്തിന് കേടുപറ്റിയത് കൊണ്ടാണ്. തലക്ക് ക്ഷതമേറ്റ ഒരാൾക്ക് സംസാരശേഷി തകരാറിലാകാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് സെറിബ്രത്തിന് കേടുപറ്റിയത് കൊണ്ടാണ്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ്? ബ്രോക്കസ് ഏരിയ ആണ്. അതെന്താണ്? വെർണിക്സ് ഏരിയ. ബ്രോക്കസ് ഏരിയ നമ്മൾ പറഞ്ഞു സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗമാണ് ഇത്? ബ്രോക്കസ് ഏരിയ. അപ്പൊ എന്താന്ന് നോക്കാം. വെർണിക്സ് ഏരിയ. നമുക്ക് പരിചയമുള്ള ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രം മനസ്സിൽ നമ്മൾ പതിയുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രം പതിയുന്നുണ്ട്. അതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് ഇത്? വെർണിക്സ് ഏരിയ. അപ്പൊ ബ്രോക്കസ് ഏരിയയും വെർണിക്സ് ഏരിയയും കൺഫ്യൂസിംഗ് ആയി പോകരുത്. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്, സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. വെർണിക്സ് ഏരിയ എന്താണ് നമ്മൾ പഠിച്ചത്? നമുക്ക് പരിചയമുള്ള ഒരു വസ്തുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിന്റെ ചിത്രം പതിയുന്നുണ്ട്. ഇതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ്. ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണ്. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതുപോലെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഇത്? സെറിബ്രം. അതുപോലെ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗമാണ് കോർട്ടെക്സ്. ആന്തരഭാഗം ഏതാണ്? മെഡുല്ലയാണ്. സെറിബ്രത്തിന്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിന്റെ ഇടത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ വലതുഭാഗത്തെയാണ്. വലത് അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിന്റെ ഇടതുഭാഗത്തെയുമാണ്. പിന്നെ നമ്മൾ ബ്രോക്കസ് ഏരിയ, വെർണിക്സ് ഏരിയ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെറിബെല്ലത്തെ കുറിച്ചാണ്. അപ്പൊ നോക്കാം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ല. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബെല്ലം. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഏത്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. കൂടാതെ ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗവും കൂടിയാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്, ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗവുമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കൂടിയാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവുമാണ് സെറിബെല്ലം. അപ്പൊ ഒന്നുകൂടെ നോക്കാം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന ഭാഗമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ്. അതുപോലെ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്നതിൽ അല്ലെങ്കിൽ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഇത്? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗവുമാണ് സെറിബെല്ലം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെഡുല്ല ഒബ്ലോങ്കേറ്റയെ കുറിച്ചാണ്. നോക്കാം.
സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് കിടക്കുന്ന ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഇത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, അതുപോലെ രക്തക്കുഴലുകളുടെ സങ്കോചം തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഛർദി, തുമ്മൽ, ചുമ എന്നിവയെ നിയന്ത്രിക്കുന്നതും മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഇതൊക്കെ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലാത്ത പ്രവർത്തനങ്ങളാണ്, നമ്മുടെ ഇച്ഛക്കനുസരിച്ചല്ലാത്ത പ്രവർത്തനങ്ങളാണ് എന്ത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം തുടങ്ങിയ, അതുപോലെ ഛർദി, തുമ്മൽ, ചുമ ഇവയൊക്കെ എന്താണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെയുള്ള അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ആര്? ഒബ്ലോങ്കേറ്റയുടെ ധർമ്മം. എന്നാൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? സെറിബ്രമാണ്. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതം എന്താണ്? പെട്ടെന്നുള്ള മരണത്തിന് കാരണമാവുന്നുണ്ട്. എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. അപ്പൊ നോക്കാം, സെറിബ്രത്തിന് താഴെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഛർദി, തുമ്മൽ, ചുമ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. എന്നാൽ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഏൽക്കുന്ന ക്ഷതമാണ്. അടുത്തതായിട്ട് വരുന്നത് തലാമസ് ആണ്. നോക്കാം. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഏത്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഏത്? തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. എന്താണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവുമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവുമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രവുമാണ് തലാമസ്. എന്താണ്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് ഏത്? തലാമസ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് തലാമസ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഏത്? തലാമസ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഏത്? തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് തലാമസ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം കൂടിയാണ് തലാമസ്. അതുപോലെ നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവുമാണ് തലാമസ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രവുമാണ് ഇത് തലാമസ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നതാണ് തലാമസ്. ഇനി നമുക്ക് മസ്തിഷ്കത്തിന്റെ ലാസ്റ്റ് ഭാഗമായിട്ടുള്ള ഹൈപ്പോ തലാമസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അത് നോക്കാം. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് ഇത് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് ഇത് ഹൈപ്പോ തലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. അതുപോലെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗവുമാണ് ഹൈപ്പോ തലാമസ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നതുമാണ് ഇത് ഹൈപ്പോ തലാമസ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗവുമാണ് ഹൈപ്പോ തലാമസ്. അപ്പൊ നോക്കാം.
ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണേത്? ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു, അതുപോലെ വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്നതും ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്നതും ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് നാഡീ വൈകല്യങ്ങളെ കുറിച്ചാണ്. ഇമ്പോർട്ടന്റ് ആയത് മാത്രം പഠിച്ചാൽ മതി, അത് മാത്രമേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നോക്കാം. ഒന്ന് അപസ്മാരമാണ്. തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണിത്, അപസ്മാരം. തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണിത്, അപസ്മാരം. അടുത്തതായിട്ട് വരുന്നത് അൾഷിമേഴ്സ് ആണ്. സ്മൃതിനാശ രോഗം എന്നാണ് അൾഷിമേഴ്സ് അറിയപ്പെടുന്നത്. എന്താണ് സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നതാണ് അൾഷിമേഴ്സ്. അതായത് അലുമിനിയത്തിന്റെ അധിക സാന്നിധ്യം മൂലമുണ്ടാകുന്നതാണ് അൾഷിമേഴ്സ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗവുമാണ് അൾഷിമേഴ്സ്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം അലുമിനിയത്തിന്റെ അധിക സാന്നിധ്യമാണ്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇത്, അൾഷിമേഴ്സ്. മറ്റൊന്ന് വരുന്നത് പാർക്കിൻസൺസ് രോഗമാണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗമാണിത്, പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേകം ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്, പാർക്കിൻസൺസ് രോഗം. മറ്റൊന്നാണ് മെനിഞ്ചൈറ്റിസ്. മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. പിന്നെ വരുന്നത് ഏതാണ്? പ്രോസോഫിനോസിയയാണ്. എന്താണ്? മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോഫിനോസിയ. എന്താണ്? മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്ത അവസ്ഥയാണ് ഏത്? പ്രോസോഫിനോസിയ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. നാഡീവൈകല്യങ്ങൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഇപ്പൊ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഒന്ന് അപസ്മാരമാണ്. എന്താണ്? തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന രോഗമാണ്. അതുപോലെ അൾഷിമേഴ്സ് എന്താണ് അറിയപ്പെടുന്നത്? സ്മൃതിനാശ രോഗം എന്നറിയപ്പെടുന്നു. അലുമിനിയത്തിന്റെ അധിക സാന്നിധ്യം മൂലമുണ്ടാകുന്നതാണ്. മാത്രമല്ല മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടി ന്യൂറോണുകൾ നശിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഇത്, അൾഷിമേഴ്സ്. അടുത്തത് വരുന്നത് പാർക്കിൻസൺസ് രോഗമാണ്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമുണ്ടാകുന്ന രോഗമാണ് ഇത്, പാർക്കിൻസൺസ് രോഗം. മെനിഞ്ചൈറ്റിസ് എന്താണ്? മസ്തിഷ്കത്തിലെ സ്തരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്ത അവസ്ഥയാണ് ഇത്, പ്രോസോഫിനോസിയ. എന്താണ് പ്രോസോഫിനോസിയ? മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാത്ത അവസ്ഥയാണിത്, പ്രോസോഫിനോസിയ. അപ്പോൾ നമ്മൾ ഇന്ന് മസ്തിഷ്കവും മസ്തിഷ്കത്തിന്റെ ഓരോ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? നാഡീ വൈകല്യങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.